അപ്പൊ എന്റെ ട്രെയിനിന്റെ കൂടെയുള്ള ആൾക്കാരാണ്. നെയിം യുവർ നെയിം. മൈ നെയിം ഇസ് നിഫിൻ. യുവർ നെയിം? തേന. ലീൻ. കമി. അപ്പൊ ഇവരുടെ പേര് പറഞ്ഞ ഇവർക്ക് അങ്ങനെ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. ഓക്കെ. സംഭവത്തിട്ട് പറയാ, ഞാൻ വീഡിയോ എടുത്ത് അമ്മൂമ്മയുടെ. അപ്പൊ അമ്മ പറഞ്ഞു ആ വീഡിയോ എനിക്ക് കാണിച്ചു തരാം കമായി എന്ന് പറയണേ. അവരുടെ ലാംഗ്വേജ് എനിക്ക് ഒന്നും മനസ്സിലാവില്ല, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. പക്ഷെ അതൊക്കെ മനസ്സിലാക്കി എടുക്കുക, അതാണ് യാത്രയിൽ അങ്ങനെയാണ്, എന്തായാലും മനസ്സിലാവും. ഇപ്പൊ ഒരു ട്രെയിനിൽ ഒരു സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ ഇറങ്ങും, ആൾക്കാരെ കയറ്റും, അവരുടെ ലഗേജ് എല്ലാം കയറ്റി കഴിഞ്ഞിട്ട് ട്രെയിൻ സ്റ്റാഫ് തന്നെയാണ് ഡോർ അടച്ച് പൂട്ടണേ. പിന്നെ ഇവിടത്തേക്ക് റെയിൽവേ സ്റ്റേഷന്റെ പ്രത്യേകത, ഔട്ട്സൈഡേഴ്സിനൊന്നും പ്രവേശനമില്ല, ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രം ഉള്ളിൽ കയറാം. അപ്പൊ എന്താ, അൺവാണ്ടഡ് ആൾക്കാരൊന്നും കേറില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, നമ്മുടെ നാട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ജനസംഖ്യയാണ് നമ്മുടെ നാട്ടില്. എല്ലാവർക്കും നമസ്കാരം, നിഫിൻ വ്ലോഗ്സ് ആണ്. ഞാൻ ഇപ്പൊ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ഈ ഹോസ്റ്റലിലാണ് നമ്മൾ താമസിച്ച ഹനോയിലുള്ളത്, വിയറ്റ്നാമിലെ. അപ്പൊ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. നമ്മൾ ഇന്ന് എവിടേക്കാ പോകുന്നത്? ഹോച്ചിമിനിലേക്ക് പോവാണ്, അതും ട്രെയിനില്. ഈ ഏരിയയിലേക്ക് വരുമ്പോ ഒരു ഡൽഹി വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ. കാരണം ഡൽഹിയിൽ ഇതുപോലെയാണ് റൂമുകൾ. ഒരു ഉള്ളേരിയയിലാണ് വീടുകളെല്ലാം ഉണ്ടാവുക. ഇവിടെ എല്ലാ കടകളിലും എല്ലാ വീട്ടിലും ഇവരുടെ കൊടി കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടാവും. രാവിലെ തന്നെ എല്ലാരും ഇവിടെ പണിയും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. മെയിൻ ഫുഡ് നൂഡിൽസും ചിക്കനൊക്കെ ആട്ടാ, സ്റ്റിക്കില് കഴിക്കണേ. ഇതുപോലെയാണ് ഇവര് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിക്കുക. ഞാൻ ഇവിടുത്തെ ഒരു ഇൻസ്റ്റാഗ്രാമബിൾ കോഫി ഷോപ്പ് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ ചോദിച്ചു ഒരാളുടെ അടുത്ത് ഇവിടുത്തെ കോഫി എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ആള് പറഞ്ഞ ഫോട്ടോസിനൊക്കെ നല്ലതാണ്, കോഫി കൊള്ളില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ കോഫി ഒന്നും കുടിച്ചില്ല. നമ്മള് ഗ്രാബൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഗ്രാബിൽ എനിക്ക് ഹെൽമെറ്റ് കിട്ടണേ, അടിപൊളി. അങ്ങനെ നമ്മൾ ഹനോയോട് വിട പറഞ്ഞ് ഹോച്ചിമിനിലേക്ക് പോവാണ്. ഹനോയുടെ റോഡുകൾ അത്രയും പോരാട്ടാ. എനിക്ക് തോന്നുന്നത് പഴയ ഒരു സിറ്റി ആയതുകൊണ്ടായിരിക്കാം റോഡ് ഇങ്ങനെ. ഈ ഏരിയാസ് മൊത്തം കടകളാണ്, കുറെ ഡ്രസ്സിന്റെ ഷോപ്പും സുവീനിയേഴ്സും ചെരുപ്പും കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഷോപ്പുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ലേഡീസിന് ഏറ്റവും കൂടുതൽ വരാൻ പറ്റിയ സ്ഥലമാണ്. രാവിലെ 8 മണി ആയതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒടുക്കത്തെ തിരക്കും കാര്യങ്ങളും. പിന്നെ മുട്ടിന് സിഗ്നൽസും. ഇതൊരു മെയിൻ സിഗ്നൽ ആട്ടാ ഹനോയിലത്തെ. സ്റ്റേഷൻ എത്തിട്ടോ. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ ബൈ. അങ്ങനെ നമ്മുടെ ഗ്രാബിന്റെ ആള് നമ്മളോട് യാത്ര പറഞ്ഞ ആള് പോവാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കിടക്കണം. നമ്മുടെ ട്രെയിൻ 8:55-നാണ്. അരമണിക്കൂർ മുമ്പെങ്കിലും ഇവിടെ എത്തണം. ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. ടിക്കറ്റ് കാര്യങ്ങളെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളവും ചിപ്സും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വരാം, ഞാൻ ഇനിയുണ്ട് സമയം, അതുകൊണ്ടാണ് കുഴപ്പമില്ല. 8:55-നാണ്, ഇപ്പൊ 8:10 ആയിട്ടുള്ളൂ. ഇവിടെ ട്രാഫിക് നിയമങ്ങളൊന്നും അത്രയും സ്ട്രോങ് അല്ലാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ സീബ്ര ലൈനിൽ കൂടെ ക്രോസ് ചെയ്താലും വണ്ടി നമ്മൾ കടന്നു പോകും. പിന്നെ പച്ച ലൈറ്റ്, നമുക്ക് നടക്കാനുള്ള പച്ച ലൈറ്റ് കത്തിയാലും കാര്യമില്ല, ഇവര് നമ്മുടെ മെക്കെട്ടൊക്കെ വരും, അതാണ് പ്രശ്നം. അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരു കുപ്പി വെള്ളവും പിന്നെ സൂര്യകാന്തി പൂവിന്റെ ഒരു സീഡില് അതും വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഇവിടെ ഞാൻ അധികം ലക്ഷറി വണ്ടികളൊന്നും കണ്ടിട്ടില്ല കേട്ടോ, കുറെ പഴയ വണ്ടികളും ഒക്കെയാണ് കണ്ടേക്കണേ. പിന്നെ ഫോർഡിന്റെ വണ്ടിയില്ലേ എൻഡവർ, അതിന്റെ പുതിയ മോഡലേക്കും കണ്ടിട്ടുണ്ട്. പക്ഷെ ലാവോലൊക്കും അടിപൊളി വണ്ടികൾ ഞാൻ കണ്ടു കേട്ടോ, ഇവിടെ കണ്ടില്ല, എന്താണെന്നറിയില്ല. 32 മണിക്കൂറാണ് നമ്മൾ ട്രെയിനിൽ ഇരിക്കണ്ടേ ഹനോയിൽ നിന്ന് ഹോച്ചിമിനിലേക്ക്. ചെക്കിങ് കാര്യങ്ങളായെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നമ്മുടെ ടിക്കറ്റ് കൊടുക്കാം. വണ്ടിക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ട്രെയിന്. കോച്ച് നമ്പർ 2-ലാണ് പോകണ്ടേ. നമ്മള് സ്ലീപ്പറിലല്ല പോണേ, അതാണ് വേറെ കോമഡി. ഇവിടുന്ന് ഇങ്ങനെ നീണ്ടു ഇറക്കാം കേട്ടോ ട്രെയിൻ. ഇത് കോച്ച് നമ്പർ 3-ആണ് വരുന്നേ. ഇനി കോച്ച് നമ്പർ 2. ഇതാണ് നമ്മുടെ കോച്ച്. നമ്മള് നേരെ കയറാം. ഇവിടെ വാഷ്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്, നല്ല ബാത്റൂമാണ്. നേരെ കയറിയിരിക്കാം. സീറ്റ് നമ്പർ 47 നമ്മൾ ഇരിക്കേണ്ടത് ഇവിടെ. അപ്പൊ ഇതാണ് നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ കാര്യങ്ങളെല്ലാം വരണേ. നമ്മുടെ ട്രെയിനിന്റെ ഒരു റിവ്യൂ ഒന്ന് ചെയ്തേക്കാം. ഇവിടെ ഒരു വാഷ് ബേസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. തൊട്ടപ്പുറത്ത് വേറെ ബോഗിയിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റും. ഇതൊരു ഡോറാണ് കേട്ടോ വരണേ, നമ്മുടെ അവിടുത്തെ പോലെ ഷട്ടറല്ല. പിന്നെ ഇതാണ് വാഷ്റൂം കാര്യങ്ങളെല്ലാം വരുന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല വൃത്തിയുള്ള വാഷ്റൂമാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇതാണ് ട്രെയിനിന്റെ ആള്.
നമുക്ക് ഉള്ളിൽ കയറി ഒന്നിരിക്കാം. നല്ല AC കാര്യങ്ങളാ. 32 മണിക്കൂർ ഈ സീറ്റിൽ ചാരി കിടന്നുറങ്ങി പോണം. അടിപൊളിയായിരിക്കും. അങ്ങനെ ട്രെയിൻ കാര്യങ്ങളെല്ലാം എടുത്തു. നമ്മൾ ട്രെയിൻ സ്ട്രീറ്റിന്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ ഞാൻ നല്ല രീതിയിൽ ഉറങ്ങി. എന്റെ പൊന്നെ 8:50 ട്രെയിൻ എടുത്താ ഞാനൊരു 11:30 വരെ നല്ല ഉറങ്ങിട്ടോ. കുറെ സ്ഥലങ്ങളൊക്കെ മിസ്സായി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ 1.5 ദിവസം ട്രെയിനിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എഴുന്നേറ്റപ്പോ തന്നെ ആൾക്കാർ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി. ഈ ഭക്ഷണങ്ങളൊക്കെ മൊത്തം കിടന്ന് സപ്ലൈ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളൊരു ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടെയാണ് പോണേ. നമ്മുടെ നാട്ടിലെ ട്രെയിൻ പോലെ തന്നെ ഇങ്ങനെ കുടുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ടോയ്ലറ്റൊക്കെ നല്ല രീതിയിൽ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ചൂടുവെള്ളവും തണുത്ത വെള്ളം ഇതിൽ കിട്ടും. സ്ലീപ്പർ ഒരു റൂം പോലെയാണ്, ഡോം പോലെയാണ് സ്ലീപ്പർ വെച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് സ്ലീപ്പറിന്റെ അവസ്ഥ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ, പക്ഷെ ഡോറുണ്ട്. ഈ ഡോറ് തുറന്ന് ഇവിടെ ഒരാള്, ഇവിടെ രണ്ടാമത്തെ ആള്, ഇവിടെ മൂന്നാമത്തെ ആള്, ഇങ്ങനെയാണ് സ്ലീപ്പർ വരുന്നത്. വെറുതെ അല്ല ഇവര് ഇത്ര പൈസ ചാർജ് ചെയ്യണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലീപ്പറിന് വരുന്നത് ഫ്ലൈറ്റിനേക്കാളും 1000 രൂപ കൂടുതലാണ്. 6500 രൂപ വരും നാട്ടിലെ. നേരെ നമ്മുടെ അടിക്ക് കിടക്കാം. ഇവിടേക്കും സ്വിച്ച് അമർത്തിയ ഇതാക്കണേ. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ നേരെ ഡോറും കാര്യങ്ങളെല്ലാം നേരെ കിടക്കാം. നമ്മുടെ സീറ്റ് എത്താറായി. ഇതാണ് നമ്മുടെ സീറ്റ്. ഇതിൽ കിടന്ന് ഉറങ്ങി പോണം. അതാണ് എൻ്റെ ഒരു ഗുഡൻസ്. 25,000 കൊടുത്തിട്ട് ഒരു മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു സ്റ്റേഷൻ എത്തിട്ടോ. അപ്പുറത്ത് ഗുഡ്സിന്റെ വണ്ടിയുടെ കിടക്കണം. നോക്കിയാ ഇപ്പൊ ഒരു ട്രെയിനിൽ ഒരു സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇറങ്ങും, ആൾക്കാരെ കയറ്റും. അവരുടെ ലഗേജ് എല്ലാം കയറ്റി കഴിഞ്ഞിട്ട് ട്രെയിൻ സ്റ്റാഫ് തന്നെയാണ് ഡോർ അടച്ച് പൂട്ടണേ. പിന്നെ ഇവിടത്തേക്ക് റെയിൽവേ സ്റ്റേഷന് പ്രത്യേകത, ഔട്ട്സൈഡേഴ്സിനൊന്നും പ്രവേശനം ഇല്ല. ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രം ഉള്ളിൽ കയറാം. അപ്പൊ എന്താ, അൺവാണ്ടഡ് ആൾക്കാരൊന്നും കേറില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ജനസംഖ്യയാണ് നമ്മുടെ നാട്ടില്. അടുത്ത ഫുഡും കാര്യങ്ങളെല്ലാം, അതായത് നമ്മുടെ നാട്ടില് ജ്യൂസും കാര്യങ്ങളെല്ലാം പോണ പോലെ ചായ, കാപ്പി, പിന്നെ നൂഡിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ലേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. വേണമെങ്കിൽ വാങ്ങിക്കാം, വേണ്ടാത്തവർക്ക് വാങ്ങിക്കണ്ട. അപ്പൊ പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവരണമെന്നില്ല. ഞാൻ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചുള്ള വെള്ളം വാങ്ങിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു കാലി കുപ്പി മതി. ഇവിടെ വെള്ളം ഫ്രീ ആണ്. ഇവിടെ ചൂടുവെള്ളം, തണുത്ത വെള്ളം സുഖമായിട്ട് കിട്ടും. ട്രെയിനിന്റെ ഉള്ളിൽ തന്നെ. പോകുന്നൊക്കെ വഴി കാണണം. എന്തു നാട്ടുംപുറന്ന് പറയും. ഫുൾ പച്ചപ്പ്, ഫുൾ കൃഷി. നമ്മുടെ പാലക്കാട് പോകുന്നൊരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ. നല്ല അടിപൊളി പ്രകൃതിയാണ് കാണാൻ പറ്റുന്നത്. കൃഷിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന എന്തോരം കുടുംബം ഉണ്ടെന്നറിയോ ഈ വിയറ്റ്നാമില്. ഞാൻ ലാവോ ബോർഡറിലും വിയറ്റ്നാം ബോർഡറിലും ഇപ്പൊ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴും ഞാൻ അത് കാണാൻ പറ്റി. ഇപ്പൊ വൈകുന്നേരം 4:30. ഞാൻ ഹനോയിൽ നിന്ന് ഹോച്ചിമിനിലേക്കാണല്ലോ കയറിയിരിക്കണേ. ഹോച്ചിമിനിൽ നാളെ രാത്രി 8 മണിക്കാണ് ഞാൻ എത്തുള്ളൂ. എത്ര മണിക്കൂർ യാത്രയാണെന്ന് നോക്കുക. അപ്പൊ 8:30 എന്റെ അടുത്ത് TTR വന്ന് ചോദിച്ചു അപ്ഗ്രേഡേഷൻ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫ്രീ അപ്ഗ്രേഡേഷൻ ആണെന്ന് ചോദിച്ചു. അല്ല, അപ്പൊ ആള് പറഞ്ഞു 3 ലക്ഷം തരണം. 3 ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 900 രൂപ തരണം. AC-ലേക്ക് അപ്ഗ്രേഡേഷൻ തരാം ഹോച്ചിമിൻ വരെ. എന്റെ ആണെങ്കിൽ പൈസ ഉണ്ടായിരുന്നില്ല, ATM-ലെ പൈസ. അപ്പൊ ആള് പറഞ്ഞു ATM പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേറെ ഓപ്ഷൻ ഇല്ല. ആള് പറഞ്ഞു ഹോച്ചിമിൻ സിറ്റിയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ATM-ന്ന് വിഡ്രോ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മുടെ സ്ലീപ്പർ ബർത്ത് 9 പറഞ്ഞേ. അപ്പൊ നമുക്ക് കയറാം. നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. സ്ലീപ്പറിൽ കിടന്ന് ഉറങ്ങാൻ പോവാണ്. സ്ലീപ്പർ നാളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാം. അപ്പം നമുക്ക് ട്രെയിനിൽ സീറ്റിങ്ങിൽ ഇരുന്ന് പോകാൻ പറ്റി. സ്ലീപ്പറും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അടിപൊളിയായിരിക്കും. നല്ല രീതിയിലൊന്ന് ഉറങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിറ്റേ ദിവസമായിട്ടോ. നല്ല ഉറങ്ങി എഴുന്നേറ്റു. ഞാൻ ട്രെയിനിലാണ്. ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഒരു സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പുറത്തൊരു ട്രെയിൻ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. ഇവിടെ രാവിലെ തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ ചേച്ചി നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ടോയ്ലറ്റ് പോവാം. ടോയ്ലറ്റ് നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമ്മുടെ നാട് പോലെ ഒന്നുമല്ല, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ആണ്. അപ്പൊ അതെ, നമുക്ക് സ്ലീപ്പറിലേക്ക് കിടക്കാം. ഹലോ
അപ്പൊ ഞാൻ പോണ വഴി ഹലോ എന്ന് വിളിച്ചപ്പോ ഞാൻ തിരിച്ചു വന്നാ. ഇതാണ് നമ്മുടെ സ്ലീപ്പർ. അപ്പൊ ഇതിങ്ങനെ തുറക്കാം, നമ്മുടെ ഉള്ളിൽ കയറാം. ഇവിടെയാണ് നമ്മൾ കിടക്കുന്നത്. മുകളിലും സ്പേസ് ഉണ്ട്, ഇതിന്റെ മുകളിലും സ്പേസ് ഉണ്ട്, ഇവിടെ സ്പേസ് ഉണ്ട്, താഴത്തെ സ്പേസ് ഉണ്ട്. ഇവിടെ എൻ്റെ ബാഗ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ലഗേജ് വെക്കാൻ ഒരു നല്ല സ്പേസ് ഉണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ 3rd E എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ട്. 3rd AC ഉണ്ട്, 3rd E എന്ന് പറയുന്നുണ്ട്. 3rd E എന്ന് പറഞ്ഞാൽ കൺജസ്റ്റഡ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ കൺജസ്റ്റഡ് ആണ്, പക്ഷെ ഒരു റൂം പോലെയാണ് വെച്ചേക്കണത്. നാട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ അത്ര ട്രെയിനിന്റെ ഒരു സെറ്റപ്പ് ഇല്ല. നമ്മുടെ നാട്ടിലെ ട്രെയിൻ നല്ല വലുതാ. ഇത് വെച്ച് നോക്കണമെങ്കിൽ നല്ല വലിയ ട്രെയിനാണ് നമ്മുടെ. ഇത് ഭയങ്കര ചെറിയൊരു ട്രെയിനാണ് നമ്മുടെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ സ്പീഡും ട്രാവലിംഗ് ഒക്കെ സെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ നമ്മൾ ട്രെയിൻ എടുക്കാറ് ഇവിടുത്തെ റെയിൽവേ പാളം കാര്യങ്ങളൊക്കെ ഭയങ്കര ചെറിയ റെയിൽവേ പാളം. അപ്പൊ ഇവിടെ 24 hours ഫിൽട്ടർ ചെയ്ത വെള്ളം കിട്ടും കേട്ടോ. ഇവിടെ ഗ്ലാസും കാര്യങ്ങളെല്ലാം കുടിക്കാം. നമുക്ക് പോയി പല്ലേക്കാം. നല്ലൊരു വാഷ് സ്പേസും കാര്യങ്ങളുണ്ട് പല്ലേക്കാൻ വേണ്ടി. പല്ലേപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇവിടെ നോക്കി കൈ ഉണക്കാനുള്ള സാധനമുണ്ട്. ഇവിടെ ഹാൻഡ് വാഷ് ഉണ്ട്. ഇത്രയും നല്ല ഫെസിലിറ്റീസ് ആണ് തരുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് വെക്കാൻ പറ്റില്ല, കാരണം കേരളത്തിൽ നിലനിൽക്കും ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ നോർത്ത് ഇന്ത്യ പോയി കഴിഞ്ഞാൽ അവസ്ഥ നമുക്കറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എന്റെ ട്രെയിനിന്റെ കൂടെയുള്ള ആൾക്കാരാണ്. നെയിം നെയിം യുവർ നെയിം. മൈ നെയിം ഈസ് നിഫിൻ. യുവർ നെയിം? തേന. ലീൻ. കമി. അപ്പൊ ഇവരുടെ പേര് പറഞ്ഞ ഇവർക്ക് അങ്ങനെ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. ഞാൻ ആംഗ്യ ഭാഷയിലാണ് പറഞ്ഞ് മനസ്സിലാക്കണേ. അതാണ് സംഭവം. അപ്പൊ ഞാൻ എന്റെ ട്രെയിനിലുള്ള ആൾക്കാരാണ്. അപ്പൊ എന്നോട് പരിചയപ്പെടായിരുന്നു. ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഇവരുടെ ഏതോ ലാംഗ്വേജ് സംസാരിക്കണേ. അതാണ്, ലാംഗ്വേജ് ഒന്നും വേണ്ട പരിചയപ്പെടാൻ വേണ്ടി. നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഇന്ത്യനെ ഇവര് ഇന്തോ എന്നാണ് പറയണേ. ഇന്ത്യ എന്നല്ല, ഇന്തോ എന്നാണ് പറയാ. ആര് കണ്ട ഭയങ്കര സ്നേഹാണ്. ഞാൻ പുറത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ കാഴ്ച കണ്ടോണ്ടിരിക്കാട്ടാ. അടിപൊളി ഒരു ഗ്രാമമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിയറ്റ്നാം. അത് ഈ ട്രെയിനിൽ പോകുമ്പോ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കൃഷിനെ ആശ്രയിച്ചാണ് ജീവിക്കണേന്ന് ഈ ട്രെയിൻ യാത്രയിലൂടെ നല്ല രീതിയിൽ എനിക്ക് മനസ്സിലായി. ടൂറിസ്റ്റ് സ്പോട്ടുകൾ മാത്രമല്ല, കൃഷിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. അത് ലാഭമെന്ന് വിയറ്റ്നാമിലേക്ക് ബോർഡർ കടന്നപ്പോഴും ഈ ട്രെയിൻ യാത്രയിൽ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ട്രെയിൻ ജേണി ഈ പൈസക്ക് വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർത്തല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ട്രെയിൻ ജേണിനേക്കാളും ഒരു 1000 രൂപ 1500 രൂപ കൂടുതലെടുത്ത് നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ പോകാമെന്നുള്ളൂ. പക്ഷെ ഞാൻ ട്രെയിൻ ജേണി എടുക്കാനുള്ള കാരണം എനിക്ക് ഈ ഗ്രാമങ്ങളും ട്രെയിൻ ജേണിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ള കാരണം കൊണ്ടാണ് ഞാൻ ട്രെയിൻ തന്നെ എടുത്തത്. അപ്പൊ ഇവരുടെ സ്റ്റേഷൻ എത്തിയെന്നാണ് തോന്നുന്നത്. ഇവര് എഴുന്നേക്കുന്നൊക്കെ ഉണ്ട്. ആള് ഇവിടെ വന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു അടിപൊളി ട്രെയിൻ വേറെ കിടക്കുന്നുണ്ട്, ചുവപ്പ കളറ്. ഓരോ ലോഡ് സാധനങ്ങളായിട്ടാണ് കൊണ്ടുവന്നേക്കണേ. ഞാനൊരു ലഗേജ് എടുത്ത് സഹായിക്കുന്നുണ്ട്. ഞങ്ങടെ വലിച്ചോട്ടെ. എനിക്കാണെങ്കിൽ ലാംഗ്വേജ് അറിയില്ല, അതിൻ്റെതായ പ്രശ്നമുണ്ട്. വേറെ സ്റ്റോപ്പെത്തി. അപ്പൊ അവരങ്ങനെ പോയി. നമ്മുടെ കൂടെ ഇത്ര നേരം നമ്മുടെ കൂടെ യാത്ര ചെയ്താണ്. ബേബി അവിടെ ഉണ്ട്. അടിപൊളി കേട്ടാ. ലഗേജ് കാര്യങ്ങളെല്ലാം ഇറക്കി. അപ്പൊ അവരങ്ങനെ പോയി. ഇനി നമുക്ക് നമ്മുടെ ബോഗിയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ഈ ബോഗിയില് സംഭവം ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വീഡിയോ എടുക്കരുത്, എനിക്കിവിടെ ക്ലീൻ ചെയ്യണം, ക്ലീൻ ചെയ്തിട്ടേ വീഡിയോ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാസഞ്ചേഴ്സ് പോകുമ്പോൾ അവരുടെ സീറ്റ് മൊത്തം ക്ലീൻ ചെയ്യും, അടിയിൽ മൊത്തം ക്ലീൻ ചെയ്യും. അങ്ങനെയാണ്. വെൽ സിസ്റ്റമാറ്റിക് ട്രെയിനാണ്. ട്രെയിൻ വലിപ്പം കുറവാന്നുള്ളൂ, പക്ഷെ ഇവർ തരുന്ന സർവീസ് അടിപൊളി തന്നെയാണ്, ഒന്നും പറയാനില്ല. അപ്പൊ അതെ, ട്രെയിനിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 8:30 ആകുമ്പോൾ എത്തും. ഞാൻ നല്ല രീതിയിൽ കിടന്നുറങ്ങി. സൂപ്പറായിട്ട് ഉറങ്ങാൻ പറ്റും ട്രെയിനിൽ. അതാണ് ഏറ്റവും അടിപൊളി. ഞാൻ ഈ ട്രെയിൻ ബുക്ക് ചെയ്യണ സമയത്ത് ഞാൻ ബുക്കിംഗ് സ്റ്റേഷനിൽ ഒരാളെ അടുത്ത് പറഞ്ഞു വെച്ചാൽ 32 മണിക്കൂറിൻ്റെ ഈ യാത്ര എന്ന് പറഞ്ഞു. എനിക്കെല്ലാം അറിയൂ 32 മണിക്കൂർ ഒന്നുമല്ല. ഞാൻ ഡൽഹി പോണത് ട്രെയിനിലാണ്, അതും സ്ലീപ്പർ ക്ലാസ് എടുത്തിട്ട് സ്ലീപ്പർ ബാത്റൂമിൽ കുളിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട് 2 ദിവസം ഇരുന്നിട്ട്. പിന്നെ ഡിസംബർ മാസമൊക്കെ 3 ദിവസം വരെ ഇരിക്കേണ്ട വന്നിട്ട് ട്രെയിൻ ലേറ്റ് ആയിട്ട് പിടിച്ചിട്ടിട്ട്. അതിനൊന്നും അവസ്ഥ ഒന്നുമില്ലല്ലോ 32 മണിക്കൂർ. അപ്പോൾ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളാണ്. നമുക്കങ്ങനെ പുറത്തേക്കൊന്ന് ഇറങ്ങാം.
ഇങ്ങനെ ഇരുന്ന് കാഴ്ചകളും ഒത്തിരുന്ന് കാണാൻ നല്ല രസമാണ് കേട്ടോ. ശരിക്കും കാഴ്ച കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം, അങ്ങനത്തെ ഉള്ള ഒരു ഏരിയ ആണ്. പക്ഷെ 32 മണിക്കൂറാണ് കുറച്ച് കൂടുതൽ. നിങ്ങൾ ഫ്ലൈറ്റിൽ കയറി പോകുന്നതാണ് നല്ലത്. ഞാൻ ട്രെയിൻ സജസ്റ്റ് ചെയ്യൂല. ട്രെയിനിൽ പോകുമ്പോൾ കൃത്യം മനസ്സിലാവുന്നേ, ഡെവലപ്മെന്റും പോലും എത്താത്ത സ്ഥലമാണ് വിയറ്റ്നാം എന്ന് മനസ്സിലാവുന്നത് ട്രെയിനിൽ പോകുമ്പോഴാണ്. ഇപ്പൊ എന്റെ തൊട്ടപ്പുറത്തെ കോച്ചിലല്ല ഇപ്പുറത്തെ ഇതിലുള്ള എന്റെ ഈ ബോഗിൽ തന്നെ തൊട്ടപ്പുറത്ത് നിൽക്കണ ഒരു അമ്മൂമ്മയാണ്. അല്ല എന്റെ രാവിലെ മുതല് സംസാരിക്കുന്നു. ഹലോ സേ ഹലോ ഹലോ. അപ്പൊ ആളുടെ കോച്ച് ഇതാണ്. എന്റെ യൂട്യൂബ് ഓക്കെ. സംബന്ധിച്ചാ പറയാ, ഞാൻ വീഡിയോ എടുത്ത് അമ്മൂമ്മയുടെ. അപ്പൊ അമ്മ പറഞ്ഞു ആ വീഡിയോ എനിക്ക് കാണിച്ചു തരാം കമ്മായി എന്ന് പറയണേ. അവരുടെ ലാംഗ്വേജ് എനിക്ക് ഒന്നും മനസ്സിലാവില്ല, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. പക്ഷെ അതൊക്കെ മനസ്സിലാക്കി എടുക്ക, അതാണ് യാത്രയിൽ അങ്ങനെയാണ്, എന്തായാലും മനസ്സിലാവും. അമ്മൂമ്മ അവിടെയാണ്, ഞാൻ തൊട്ടിപ്പുറത്താണ്, ആരുമില്ല. നാട്ടിൽ ഇങ്ങനെ ഒരു കമ്പി ആയിരിക്കില്ലേ, ഇവിടെ കമ്പിയൊക്കെ ഉണ്ട്. ഇതുപോലെയാണ് സംഭവം. പക്ഷെ ഇത് നേരെ കയറ്റി വെക്കുന്നത് നേരെ താങ്ങാം. ഇങ്ങനെ താങ്ങും. ഇങ്ങനെ താങ്ങി കഴിഞ്ഞിട്ട് ഈ സാധനം കണ്ട, ഈ സാധനം ഇങ്ങനെ എടുക്കുക, ഇവിടെ വയ്ക്കാം. അപ്പം നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ഈ ട്രെയിനിൽ റെസ്റ്റോറന്റ് കാര്യങ്ങളല്ലാണ്ട് നമുക്ക് ഫുഡൊക്കെ പോയി അവിടെ നിന്ന് കഴിക്കാം. ഒരു ബോഗി മൊത്തം റെസ്റ്റോറന്റ് കാര്യങ്ങളാക്കി വെച്ചേക്കാണ്. ചെറിയൊരു റെസ്റ്റോറന്റ് ആട്ടോ, അത്രയ്ക്ക് അടിപൊളി റെസ്റ്റോറന്റ് ഒന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. അങ്ങനെ നീണ്ടൊരു 33 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ നമ്മള് ഹോച്ചിമില്ല് എത്താൻ പോകുന്നു. അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഹോച്ചിമില്ല് നമ്മള് എത്തിയിട്ടോ സ്റ്റോപ്പായി, നമുക്ക് ഇറങ്ങണം. വേറെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരുന്നത് സീറ്റിങ്ങിലാണ്, സ്ലീപ്പറിലേക്ക് 3 ലക്ഷം കൊടുത്തിട്ട് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണമായിരുന്നു. അപ്പൊ 3 ലക്ഷം കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. 3 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 900 രൂപ. അപ്പൊ ഞാൻ ഹോച്ചിമില്ലിൽ എത്തിയിട്ട് ATM നിന്ന് വിഡ്രോ ചെയ്ത് ഞാൻ പൈസ തരാന്ന് പറഞ്ഞ ആള് സമ്മതിച്ചു. അപ്പൊ ATM കയറിയിട്ട് വിഡ്രോ ചെയ്ത് പൈസ കൊടുക്കണം. അങ്ങനെ നമ്മളുടെ ഹോച്ചിമില്ലിലേക്ക് എത്തിയേക്കാണ്. എന്റെ പൊന്നെ 33 മണിക്കൂറുള്ള യാത്ര, 1 മണിക്കൂർ ട്രെയിൻ ഡിലേ ആയിരുന്നു. അതിനൊടുവിൽ ഹോച്ചിമില്ലെത്തി. ഇനി സ്റ്റേ നോക്കണം. 10ന്റെ പൈസ കയ്യിലില്ല, ATM നിന്ന് വിഡ്രോ ചെയ്യണം, കുറെ പരിപാടികളുണ്ട്. നമ്മൾ വന്ന ട്രെയിൻ ഇതാണ് കേട്ടോ. ഇവിടെ വേസ്റ്റും കാര്യങ്ങളെല്ലാം ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് കൊടുത്തു. അമ്മൂമ്മ പ്ലാസ്റ്റിക് എല്ലാം മാറ്റി വേറെ ഇതിലേക്ക് മാറ്റിയിടാണ്. ഇതിൽ പൂച്ചേനും പട്ടീനൊക്കെയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പാഴ്സല്. പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, പുള്ളി വന്നു. നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം. ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനും ചെറിയ ട്രെയിനാണ് കേട്ടോ. അപ്പൊ അത്രയും വലിയ റെയിൽവേ സ്റ്റേഷൻസ് ഒന്നല്ല. ഇവിടെ ട്രെയിൻ കുറെ ഡെവലപ്പ് ചെയ്യാണ്ട്. ഇവിടെ പ്ലാറ്റ്ഫോമിന്റെ അപ്പുറത്തേക്ക് കിടക്കുന്നത് റെയിൽവേ ക്രോസ് കൂടെയാട്ടോ, റെയിൽ പാളത്തിൽ കൂടെയാണ് കിടക്കണേ. ചെറിയ റെയിൽ പാളാണ് ഇവിടെ മൊത്തം, കണ്ടോ? അത്രയും വലിയ റെയിൽ പാളല്ല, ചെറുതാണ്. ഒരു ലോക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്, അല്ലാതെ ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ അപ്പുറത്തേക്ക് കിടക്കാനൊന്നും. അതെ, പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ATMലേക്ക് പോകണം. നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഇതൊരു ദരിദ്ര രാജ്യമാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. താങ്ക് യു, സി യു അഗെയിൻ, വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്. ഫൈനലി അങ്ങനെ ഞാൻ ഹോച്ചിമിനിലേക്ക് എത്തിയൊക്കെയാണ്. ഹനോയിൽ നിന്ന് ഹോച്ചിമിനിലേക്ക് 33 മണിക്കൂർ ട്രെയിൻ യാത്ര. അത് വേറെ ലെവലായിരുന്നു. പുറത്തിറങ്ങി ATMലേക്ക് പോകണം. അങ്ങനെ ഞാൻ ATMല് ഒരു 1/2 മണിക്കൂറോളം ഞാൻ നിന്നുട്ടാ വിഡ്രോ ചെയ്യാൻ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവരുടെ പൈസ ഉണ്ടല്ലോ, അത് എങ്ങനെ എടുക്കണ്ടേന്ന് അറിയില്ല. കാരണം ലക്ഷങ്ങളാണ്, നമുക്ക് കൺഫ്യൂസ്ഡ് ആവും ആകെ. കാരണം കുറെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോവില്ല പൈസ. കൃത്യം പൈസ എടുക്കാൻ പാടുള്ളൂ, കാരണം എക്സ്ചേഞ്ച് വാല്യൂ ഇല്ല അതിന്. എൻ്റെ ആളിവിടെ വന്നിട്ടുണ്ട്, ഹെൽമെറ്റൊക്കെ വെച്ചു ബാക്കിലേക്ക് കയറട്ടെ. ഞാൻ booking.com കയറിയിട്ട് ഹോസ്റ്റലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതാണ് ലാഭം ഹോട്ടലിൽ നേരിട്ട് ചെല്ലണേക്കാളും. കാരണം ഹോട്ടലിനേക്കാളും വില കുറവിൽ booking.com കിട്ടും കേട്ടോ. ഹോച്ചിമിനിലൂടെ ഒരു യാത്ര പോവാണ്. റൂം എത്തിയിട്ട് വേണം ഒന്ന് കുളിക്കാൻ. ഹോച്ചിമിൻ എന്ന് പറഞ്ഞ ഒരു സിറ്റിയാണ്, ബിസി ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞു കേട്ടേക്കണേ. എനിക്കറിയില്ല, നോക്കാം. ഇതുപോലത്തെ വലിയ ബിൽഡിംഗ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ വിയറ്റ്നാം എന്ത് വലിയ സിറ്റി ആണെന്ന്. ഒരിക്കലല്ല, ഇത് ഹനോയിലും ഹോച്ചിമിനിലും സബ്വേയിലൊക്കെ മാത്രം ഉണ്ടാവുള്ളൂ ഇതുപോലത്തെ വലിയ ബിൽഡിങ്ങും ഇതുപോലത്തെ പാർട്ടി കാര്യങ്ങളൊക്കെയും.
ഹനോയിലും ഹോച്ചിമിനിലും ഞാൻ ശ്രദ്ധിച്ചു തന്നിട്ടാന്നറിയോ, മുട്ടിനും സിഗ്നൽസാ. ഹനോയിനെ സംബന്ധിച്ച് ഹോച്ചിമിനിലെ റോഡുകളൊക്കെ വളരെയധികം വലുതാണ്. നമ്മൾ അവസാനം ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഹോസ്റ്റല്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് 2 ദിവസം. നിങ്ങൾ booking.com ബുക്ക് ചെയ്യുകയാണെങ്കിൽ $9 $10 പകരം $9 എനിക്ക് കിട്ടി. 750 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം 2 ദിവസം, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. അത്രയും അഫോർഡബിൾ ആണ് വിയറ്റ്നാം. അത്രയും അഫോർഡബിൾ ആണെന്ന് വിചാരിച്ചിട്ടും വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ് വിയറ്റ്നാം. പിന്നെ ഹനോയിൽ നിന്ന് ഹോച്ചിമിനിലേക്ക് വരാൻ എക്സ്പെൻസീവ് തന്നെയാണ്. പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത് എക്സ്പെൻസീവ് ആണ്. താമസം, ഫുഡ് അതിനൊക്കെ ഭയങ്കര റീസണബിൾ റേറ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഹോസ്റ്റൽ ഡോം വരുന്നത് മുകളിലാണ് കേട്ടോ, അടിയിൽ വേറെ ആളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാലക്കുടി കടവക. ബൈ.